കളക്ടർ സത്യസന്ധമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. എനിക്ക് ആരെയും ശിക്ഷിക്കണമെന്ന് എനിക്കില്ല. സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ വക്കീൽ ഭാഗത്ത് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഒരു കേസ് എനിക്കില്ല. ഞാൻ പത്തനംതിട്ട ബാർ അസോസിയേഷൻ ബാങ്ക് മെമ്പറാണ്. ഞാൻ ഈ കോടതിയിലും പ്രാക്ടീസ് ചെയ്ത വക്കീൽ. എന്റെ ഫയൽ ഇപ്പോഴും ആർഡിയോയുടെ മുന്നിലുണ്ട്. ഞാൻ പ്രതിയാണെന്നാണ് നിലവിൽ ഞാൻ പ്രതിയാണ്. ഞാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ നിലവിൽ ഒരു കേസ് പോലും എനിക്കില്ല. എന്നെ ആക്ഷേപിക്കാൻ, എന്റെ കണ്ണന്റെ ജീവൻ ഇല്ലാതാക്കിയ പോലെ, MG കണ്ണനെ ഇല്ലാതാക്കിയ പോലെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതേ തെരഞ്ഞെടുപ്പിൽ MG കണ്ണനും ഇവിടെ ഇരുന്നു, ഞാനും ഇവിടെ ഇരുന്നു. ഇത് ഇവരുടെ സ്ഥിരം പദവിയായി മാറ്റിയിരിക്കുകയാണ്. വളരെയധികം സങ്കടമുണ്ട്. തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന്. ഞാൻ അതിനെ അംഗീകരിക്കുന്ന ആളാണ്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ നിന്ന് അതെല്ലാം നീക്കം ചെയ്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫോണിൽ ഇപ്പോഴും മെസ്സേജ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ശാന്തോമനെതിരെയുള്ള എല്ലാം നീക്കം ചെയ്തിട്ട് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ആ മാറ്റർ തന്നെയാണ് ഇപ്പൊ നോട്ടീസായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നോട്ടീസ് വെച്ച് പേര് വെച്ചിറങ്ങിയോട്ടെ, പേര് വെച്ചിറങ്ങി എനിക്ക് കുഴപ്പമില്ല.